Hi everyone, welcome back to Catalyst Education. So നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നമുക്കറിയാം ഈ ഒരു ഇയറിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരുന്ന ഒരു പ്രോഗ്രാമിംഗ് ആണ് C++ എന്ന് പറയുന്നത്. C++ എന്ന് പറയുന്ന പ്രോഗ്രാം വളരെ സിമ്പിൾ ആണ്. അതിന്റെ ഒരു ലോജിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി എന്ത് ചെയ്യാം, എല്ലാ പ്രോഗ്രാമിംഗും ഈസിലി ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാലും ഈസിലി നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ പ്രോഗ്രാമിംഗിന്റെ കോഡിങ്ങും എഴുതാവുന്നതാണ്. സോ ഈ ഒരു പ്രോഗ്രാം എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്ന ഏരിയ അല്ലെ. നമ്മുടെ C++ പ്രോഗ്രാമിംഗിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഏരിയ ആണ്. സോ നമുക്ക് നോക്കാം, നമ്മൾ സ്റ്റേറ്റ്മെന്റിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ രണ്ട് രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് സെലക്ഷൻ അല്ലെങ്കിൽ ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്, രണ്ടാമത്തത് ലൂപ്പിംഗ് അല്ലെങ്കിൽ ഇറ്ററേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആക്കിയിട്ടാണ് നമ്മൾ പ്രോഗ്രാമിംഗിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സെലക്ഷൻ അല്ലെങ്കിൽ ഡിസിഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മുടെ പ്രോഗ്രാമിങ്ങിനെ ഡിഫറെന്റ് ബ്ലോക്ക് കോഡുകൾ ഉപയോഗിച്ചിട്ട് അഥവാ ഒരു പെർട്ടിക്കുലർ കണ്ടീഷന്റെ ബേസിൽ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ക്രൈറ്റീരിയയുടെ ബേസിസിൽ നമുക്ക് വേണ്ടി ബ്ലോക്ക് കോഡുകൾ ഏതാണോ, നമുക്ക് വേണ്ടി ഡിസിഷൻ ഏതാണോ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഔട്ട്പുട്ട് ഏതാണോ അതിനെ സെലക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സെലക്ഷൻ ഓർ ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്നാൽ രണ്ടാമതായിട്ട് പറയുന്നത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഡാറ്റ തന്നെ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഡാറ്റയെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിലാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, ലൂപ്പിംഗ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഓരോ സ്റ്റേറ്റ്മെന്റ്സും അതിൽ നമ്മൾ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് നമുക്ക് പ്രോഗ്രാം ചെയ്യാനുള്ളത് എന്ന് നോക്കാം. സോ നമ്മൾ ഫസ്റ്റ്ലി നമ്മുടെ സെലക്ഷൻ ഓർ ഡിസിഷൻ സ്റ്റേറ്റ്മെന്റിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ 4 സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇഫ് എൽസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്വിച്ച് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇത് കൂടാതെ തന്നെ നമ്മുടെ ഇഫിന്റെയും ഇഫ് എൽസിന്റെയും ഒരു കോമ്പിനേഷൻ ആയ നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് നോക്കാം ഓരോ സ്റ്റേറ്റ്മെന്റുകളിൽ. അപ്പൊ നമ്മൾ ഫസ്റ്റ് വൺ പറഞ്ഞുള്ളത് ഇഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. സാധാരണ രീതിയിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റുകളുടെ സിൻടാക്സ് അല്ലെങ്കിൽ ഫോർമാറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, അഥവാ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വളരെ ഈസിയാണ്. അധികം കുട്ടികൾക്കും വരുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഏത് സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതൊന്നും ഇവിടെ ചെക്ക് ചെയ്യാം. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. സോ ഈ ഒരു ഇഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കണ്ടീഷന്റെ ബേസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയയുടെ ബേസിസിൽ ആ ഒരു കണ്ടീഷനും അതിന് വാലിഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടും ആണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിലാണ് നമ്മൾ ഇഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. അതിന്റെ സിൻടാക്സ് വളരെ സിമ്പിൾ ആണ്. ഇഫ് എന്ന് എഴുതും, ബ്രാക്കറ്റിൽ നമ്മുടെ ടെസ്റ്റ് എക്സ്പ്രഷൻ അഥവാ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ കണ്ടീഷൻ നമ്മൾ എഴുതി കൊടുക്കും. നേരെ തൊട്ട് താഴെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഫ്രേസസിന്റെ ഉള്ളിൽ അഥവാ നമ്മുടെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് കേളി ബ്രാക്കറ്റ്സിന്റെ ഉള്ളിലായിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ നമുക്ക് എന്താണോ പ്രിന്റ് ചെയ്യാനുള്ളത് അല്ലെ, ഒരൊറ്റ കണ്ടീഷനും അതിന്റെ വാലിഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് എന്താണോ അല്ലെ അതിന്റെ. അപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഒരു എക്സാം നമ്മൾ എന്ത് ചെയ്തു, കണ്ടക്ട് ചെയ്തു. ഈ എക്സാം കണ്ടക്ട് ചെയ്തതിൽ ഔട്ട് ഓഫ് 50 ഈ കുട്ടിക്ക് ഒരു 12 മാർക്കിന്റെ മുകളിലാണ് കുട്ടി കിട്ടിയത് എന്നുണ്ടെങ്കിൽ ഈ കുട്ടി പാസ്സാണെന്നൊരു ഔട്ട്പുട്ട് കൊടുക്കണം. സോ നമുക്കറിയാം ഈ കുട്ടിയുടെ പാസ്സാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് 12 മാർക്കോ അതിന്റെ മുകളിലോ ആണ്. 12 മാർക്കോ അതിന്റെ മുകളിലോ ആണ് ആ കുട്ടിക്ക് കിട്ടിയത് എന്നുണ്ടെങ്കിൽ ദ ഔട്ട്പുട്ട് വിൽ ബി ആസ് പാസ് അല്ലെ. പാസ്ഡ് എന്നാണ് എന്ത് വരുന്നത്, അതിന്റെ ഔട്ട്പുട്ട് വരുന്നത്. സോ ഇതേപോലെ ഒരു കണ്ടീഷനും അതിന്റെ വാലിഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഇഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇഫ് എൽസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ഇഫ് എൽസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും സെയിം പാറ്റേണിലാണ്. ബട്ട് ഇവിടെ ഒരു കണ്ടീഷനെ നമുക്ക് അവൈലബിൾ ആവുന്നുള്ളൂ എങ്കിൽ കൂടി ഈ കണ്ടീഷന്റെ രണ്ട് ഔട്ട്പുട്ട് അഥവാ ഈ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുള്ളതിന്റെ ട്രൂ പാർട്ടും ഫോൾസ് പാർട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതിന്റെ രണ്ട് സൈഡുകളും അഥവാ ട്രൂ പാർട്ടും ഫോൾസ് പാർട്ടും നമുക്ക് പ്രിന്റ് ചെയ്യാം. ഇത് എഴുതുന്നത് സെയിം പാറ്റേൺ ആണ്. ഇഫ് എന്ന് എഴുതും, ടെസ്റ്റ് എക്സ്പ്രഷൻ അഥവാ നമ്മുടെ കണ്ടീഷൻ എഴുതും, ആൻഡ് നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പ്രിന്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ എൽസ് എന്ന് എഴുതും, ആൻഡ് അത് കഴിഞ്ഞ് രണ്ടാമതായിട്ട് നമ്മുടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അഥവാ എൽസിന്റെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഫോൾസ് പാർട്ട് എന്താണോ അതും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിന്റ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പൊ നമ്മൾ പറഞ്ഞൊരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു എക്സാം കണ്ടക്ട് ചെയ്തു, ഔട്ട് ഓഫ് 50 12 ഓർ എബോവ് കിട്ടുന്ന ആളുകൾ എന്താണ്, പാസ് ആണെന്ന് പറഞ്ഞു അല്ലെ. സോ ഇവിടെ നമുക്ക് പറഞ്ഞുള്ളത് 12 എബോവ് കിട്ടുന്ന ആൾക്കാർ പാസ് ആണ്. എന്നാൽ 12ന്റെ ബിലോ കിട്ടുന്ന ആൾക്കാരോ ആ കുട്ടികളൊക്കെ എന്താണ്, ഫെയിൽഡ് ആണ്. അവിടെയും കണ്ടീഷൻ എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല അല്ലെ. 12 എന്ന് പറയുന്നതാണ് കണ്ടീഷൻ. 12 ഓർ എബോവ് ആണെങ്കിൽ ദ സ്റ്റുഡന്റ് വിൽ ബി പാസ്ഡ്, ഒരു ഔട്ട്പുട്ട് വന്നു. ഇനി അതല്ല 12 അതിന്റെ താഴെ ആണെന്നുണ്ടെങ്കിൽ ദ സ്റ്റുഡന്റ് വിൽ ബി ഫെയിൽഡ്, രണ്ടാമത്തെ ഔട്ട്പുട്ട് വന്നു അല്ലെ. ഒരു കണ്ടീഷന്റെ ബേസിസിൽ രണ്ട് ഔട്ട്പുട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുക അഥവാ അതിന്റെ ട്രൂ പാർട്ടും
ഫോൾസ് പാർട്ടും പ്രിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സിറ്റുവേഷനിലാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, ഇഫ് എൽസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഇനി മൂന്നാമതായിട്ട് നമുക്ക് വരുന്നത് എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലെ. നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ലാഡർ പാറ്റേണിൽ അല്ലെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലായിട്ട് എന്തുണ്ടാവുന്നത്, എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. രണ്ടോ അതിൽ കൂടുതലോ അല്ലെ, 2 or more കണ്ടീഷൻസ് വരുന്ന സമയത്താണ് നമ്മൾ ഏത് യൂസ് ചെയ്യുക, എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത് അല്ലെ. ഇത്രയും സമയം ഇഫ് ആണെങ്കിലും ഇഫ് എൽസ് ആണെങ്കിലും ഒരു കണ്ടീഷനെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ രണ്ടോ അതിൽ കൂടുതലോ കണ്ടീഷൻ വരുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റത്തെ കണ്ടീഷൻ എപ്പോഴും ഇഫ് എന്ന് പറയും, നമ്മുടെ ടെസ്റ്റ് എക്സ്പ്രഷൻ എഴുതും. അതിന് തൊട്ടതായ നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യും. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടീഷൻ എഴുതുന്നത് എൽസ് ഇഫ് എന്ന് പറഞ്ഞിട്ടാണ് അല്ലെ. പിന്നീട് സെക്കൻഡ് മുതൽ നമുക്ക് എത്ര കണ്ടീഷൻസ് ഉണ്ടോ അത് കംപ്ലീറ്റ്ലി നമ്മൾ എൽസ് ഇഫ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. ആൻഡ് അതിൽ നമ്മുടെ കണ്ടീഷണൽ എന്താണോ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്താണോ അതിന് നമ്മൾ എഴുതി കൊടുക്കും. ആൻഡ് ഫൈനലി ആ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യും. വീണ്ടും കണ്ടീഷൻ ഉണ്ടെങ്കിൽ വീണ്ടും എൽസ് ഇഫ് എഴുതും, വീണ്ടും നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യും. ഈ ഒരു പാറ്റേണിൽ നമുക്ക് എത്ര കണ്ടീഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ എത്ര സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണോ കണ്ടീഷൻസ് വരുന്നത് അത്രയും കണ്ടീഷൻസ് എന്ത് ചെയ്യാം, അവിടെ എഴുതി പോവാം. ആൻഡ് ഫൈനലി ഇതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും, എൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫൈനൽ ബ്ലോക്ക് അഥവാ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക്, ലാസ്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എന്താണോ അതിനെ നമ്മൾ എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യും എന്നുള്ളതാണ്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ സ്വിച്ച് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലെ. സ്വിച്ച് എന്ന് പറയുന്നതും സെയിം ആണ്. രണ്ടോ അതിൽ കൂടുതലോ കണ്ടീഷൻസ് വരുന്ന സമയത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സ്വിച്ച് എന്ന് പറയുന്നത്. എന്നാൽ സ്വിച്ച് ചെയ്യുന്ന പാറ്റേണിൽ ഒരു ഡിഫറൻസ് ഉണ്ട് അല്ലെ. നമ്മൾ സ്വിച്ചിൽ എന്ത് ചെയ്യും, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് സ്വിച്ച് എന്ന് പറഞ്ഞിട്ട് അതിൽ നമ്മുടെ എക്സ്പ്രഷൻ അഥവാ നമ്മൾ എഴുതിയിട്ടുള്ള വേരിയബിൾ ഓർ എക്സ്പ്രഷൻ എന്താണോ അതിനെ എഴുതി കൊടുക്കും. ഇവിടെ സ്വിച്ച് എന്ന് പറയുന്ന കണ്ടീഷനിൽ എല്ലാ കണ്ടീഷൻസും കേസ് എന്ന് പറഞ്ഞാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, എഴുതാറുള്ളത് അല്ലെ. സോ കേസ് എന്താണോ ആ കേസ് അവിടെ എഴുതും. ഫസ്റ്റ് കേസ് എഴുതും. കേസ് 2 ആണെങ്കിൽ കേസ് 2 എന്ന് എഴുതും. കേസ് 3 ആണെങ്കിൽ കേസ് 3 എന്ന് എഴുതും. ഇനി ABCD ആണെങ്കിലോ കേസ് A എന്ന് എഴുതും, കേസ് B എന്ന് എഴുതും, കേസ് C എന്ന് എഴുതും. സോ എന്താണോ നമ്മുടെ കണ്ടീഷൻ അതിനെ നമ്മൾ കേസ് എന്ന് പറഞ്ഞാണ് എഴുതുക. ആൻഡ് അതിന്റെ നേരെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് പ്രിന്റ് ചെയ്യും. ഇത് കൂടാതെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു എക്സ്ട്രാ സ്റ്റേറ്റ്മെന്റ് ആണ് ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ജംപ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് നമ്മൾ ഇതിനെ പഠിച്ചിട്ടുള്ളത്. അഥവാ ഫസ്റ്റ് കണ്ടീഷൻ കഴിഞ്ഞ് സെക്കൻഡ് കണ്ടീഷനിലേക്ക് ചെക്ക്ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ നേരെ പ്രോഗ്രാം എന്ത് ചെയ്യണം, എൻഡ് ചെയ്യിക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമ്മൾ എക്സ്ട്രാ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്വിച്ചിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി നമ്മൾ സാധാരണ നമ്മുടെ ഇഫിലും ഇഫ് എൽസിലും എൽസ് ഇഫ് ലാഡറിലൊക്കെ ലാസ്റ്റത്തെ കണ്ടീഷൻ ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ദ ഫൈനൽ കണ്ടീഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്നത് എൽസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ ഇവിടെ സ്വിച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ അല്ലെ, ഡിഫോൾട്ട് എന്ന് പറയും. ആൻഡ് നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് എന്താണോ അല്ലെങ്കിൽ ലാസ്റ്റിൽ നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ള ഔട്ട്പുട്ട് എന്താണോ അതിനവിടെ എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ്. സോ നമുക്ക് എൽസ് ഇഫ് ലാഡർ ആണെങ്കിലും സ്വിച്ച് ആണെങ്കിലും 2 or more കണ്ടീഷൻസ് വരുന്ന സമയത്താണ് നമ്മൾ എൽസ് ഇഫ് ലാഡറും അതുപോലെ തന്നെ സ്വിച്ചും യൂസ് ചെയ്യുന്നത്. ബട്ട് ഇവിടെ ചെറിയൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഈക്വലന്റ് വാല്യൂ വരുന്നത് മാത്രമേ സ്വിച്ചിൽ പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ A = ആപ്പിൾ ആണ്, അത് നമുക്ക് പ്രിന്റ് ചെയ്യാം അല്ലെ. അല്ലെങ്കിൽ 1 = അക്കൗണ്ട്സ് എന്നാണ്. സോ ഇങ്ങനെ ഈക്വലന്റ് വാല്യൂ വരുന്ന ഡാറ്റാസ് മാത്രമേ നമുക്ക് എവിടെ പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ സ്വിച്ചിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എന്നാൽ എൽസ് ഇഫ് ലാഡറിലോട്ട് വരുന്ന സമയത്ത് ഏത് രീതിയിലുള്ള അല്ല ഈക്വലന്റ് വാല്യൂ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഏതൊരു കണ്ടീഷൻസ് വരുന്നത് നമുക്ക് എവിടെ പ്രിന്റ് ചെയ്യാം, എൽസ് ഇഫ് ലാഡറിൽ പ്രിന്റ് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് ഒരു ഈ എൽസ് ഇഫ് ലാഡറും അതുപോലെ തന്നെ സ്വിച്ചും തമ്മിലൊരു ചെറിയ ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ സെക്കൻഡ്ലി നോക്കുന്ന സമയത്ത് നമ്മുടെ ലൂപ്പിംഗ് അല്ലെങ്കിൽ ഇറ്ററേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് 3 സ്റ്റേറ്റ്മെന്റുകളാണ് വരുന്നത്. ഫോർ സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്, വൈൽ വരുന്നുണ്ട്, ആൻഡ് അതുപോലെ തന്നെ ഡു വൈൽ വരുന്നുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഈ ഒരു ഫോറിനെയും വൈലിനെയും നമ്മൾ വിളിക്കുന്ന പേര് എൻട്രി കൺട്രോൾ ലൂപ്പ് എന്നും ഡു വൈലിനെ നമ്മൾ വിളിക്കുന്ന പേര് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്നാണ്. സോ എന്താണെന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാവുന്നതായിരിക്കും, ക്ലിയർ ആവുന്നതായിരിക്കും. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് 4 എന്ന് പറയുന്നതാണ്. നമ്മൾ ഫൈനലി എന്ത് ചെയ്യും, 4 എന്ന് എഴുതും ആൻഡ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുന്നത് ഇനീഷ്യലൈസേഷൻ ആണ്. എന്താണോ നമുക്ക് ഫസ്റ്റ് വാല്യൂ വേണ്ടത് അതിന് നമ്മൾ അവിടെ എന്ത് ചെയ്യും, ഇനീഷ്യലൈസ് ചെയ്യും. ആൻഡ് സെമി കോളൻ ഇട്ടിട്ട് സെക്കൻഡ് വൺ നമ്മൾ എഴുതുന്നത് ടെസ്റ്റ് എക്സ്പ്രഷൻ അഥവാ നമ്മുടെ കണ്ടീഷൻ എന്താണോ ആ കണ്ടീഷൻ നമ്മൾ അവിടെ എഴുതി കൊടുക്കും. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് അപ്ഡേഷൻ ആണ്. നമുക്കറിയാം ഇതിനൊരു കണ്ടിന്യൂസ് റണ്ണിങ്ങിന് വേണ്ടിയിട്ടാണ്. സോ എന്ത് അപ്ഡേഷൻ ആണോ നമുക്ക് അവിടെ കൊടുക്കാനുള്ളത് ആ ഒരു അപ്ഡേഷന് കൂടി നമ്മൾ എന്താക്കും, ആ ഒരു ബ്രാക്കറ്റിൽ എഴുതും. നേരെ അതിന്റെ ബോഡി ഓഫ് ദി ലൂപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിന്റിംഗ് അല്ലെങ്കിൽ ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുന്നുണ്ട്. സോ ഇത്രയാണ് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. ഇനി ഡു വൈൽ ലൂപ്പ് രണ്ടാമതായിട്ട് വരുന്ന നമ്മുടെ വൈൽ ലൂപ്പിലേക്ക് വരാണെങ്കിലും ഈ 3 കാര്യങ്ങളൊക്കെ തന്നെയാണ് സെയിം ആയിട്ട് വരുന്നത് അല്ലെ. ഫസ്റ്റ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യും, അതിന് തൊട്ട് താഴെയായിട്ട് എന്ത് ചെയ്യും, വൈൽ എന്ന് പറഞ്ഞിട്ട് വൈലിന്റെ ബ്രാക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് എക്സ്പ്രഷൻ എഴുതുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴെയായിട്ട് ബോഡി ഓഫ് ദി ലൂപ്പ് അഥവാ ഒരു ലൂപ്പ് ബോഡി എന്താണോ, എക്സിക്യൂഷൻ ആണോ അല്ലെങ്കിൽ പ്രിന്റിംഗ് ആണോ അത് എഴുതി കൊടുക്കും. അതിന്റെ താഴെയായിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, അപ്ഡേഷൻ വരുന്നത്.
സോ ഇതാണ് ഒരു വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡു വൈൽ ലൂപ്പിലേക്ക് വരാണെങ്കിലും സെയിം രീതിയിലാണ് അല്ലേ. ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ വരുന്നുണ്ട്, അത് കഴിഞ്ഞ് ഇവിടെ ഡു എന്ന് പറയും, അതിന്റെ താഴെ ബോഡി ഓഫ് ലൂപ്പ് ഉണ്ടെയും അതിന്റെ താഴെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ഡേഷൻ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ലാസ്റ്റിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, വൈൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടെസ്റ്റ് എക്സ്പ്രഷനെ ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത് അല്ലെ. വൈൽ എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് എക്സ്പ്രഷനെ ഫൈനൽ ലാസ്റ്റിലോട്ടാണ് ചെക്ക് ചെയ്യുന്നത്. നമ്മളിവിടെ നോക്കുന്ന സമയത്താണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഫോറിലാണെങ്കിൽ ഇനീഷ്യലൈസ് ചെയ്തു, കണ്ടീഷൻ ചെക്ക് ചെയ്തു, അപ്ഡേഷൻ കൊടുത്തു, എന്നിട്ട് ബോഡി പ്രിന്റ് ചെയ്തു. വൈലിലോട്ട് വരാണെങ്കിൽ ഇനീഷ്യലൈസ് ചെയ്തു, കണ്ടീഷൻ ചെക്ക് ചെയ്തു, ബോഡി പ്രിന്റ് ചെയ്തു, എന്നിട്ടാണ് അപ്ഡേഷൻ കൊടുക്കുന്നത്. എന്നാൽ നമ്മുടെ ഡു വൈൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലോട്ട് വരുന്ന സമയത്ത് ഇനീഷ്യലൈസ് ചെയ്ത് ബോഡി പ്രിന്റ് ചെയ്ത് അപ്ഡേഷൻ കൊടുത്ത് ലാസ്റ്റിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, വൈൽ എന്ന് പറഞ്ഞിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് അല്ലെ. സോ അവിടെ അതുകൊണ്ടാണ് ഡു വൈൽ ലൂപ്പിനെ നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്, എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് വിളിക്കുന്നത്. സോ ഇതാണ് ഒരു എൻട്രി കൺട്രോൾ ലൂപ്പും അതുപോലെ തന്നെ എക്സിറ്റ് കൺട്രോൾ ലൂപ്പും തമ്മിലുള്ള ഡിഫറൻസ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പാറ്റേൺ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ നമ്മുടെ C++ പ്രോഗ്രാമിംഗിലെ എല്ലാ പ്രോഗ്രാംസും നമുക്ക് എന്ത് ചെയ്യാവുന്നതായിരിക്കും, ഈസിലി ചെയ്യാവുന്നതായിരിക്കും. സോ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക.